ബിരിയാണി ഈസ് ആൻ ഇമോഷൻ അല്ലേ? എനിക്കങ്ങനെയാണ് കേട്ടോ. ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞാൻ ചാകും ബിരിയാണി എന്ന് കേട്ടാൽ. അത്രയ്ക്ക് ഇഷ്ടമാണേ. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കുറേ വെറൈറ്റി ഫുഡ്സ് ഉണ്ടെങ്കിലും ഞാൻ എന്നൊരാൾ തിരഞ്ഞെടുക്കുന്നത് ബിരിയാണി ആയിരിക്കും കേട്ടോ. അടുത്ത പ്രാവശ്യം ഞാൻ വിചാരിക്കും ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ വേണ്ട, വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യണമെന്നൊക്കെ ആക്കും. പക്ഷെ എപ്പം ഞാൻ ഹോട്ടലിൽ ചെന്നാലും എനിക്ക് ബിരിയാണി കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തും. അപ്പോൾ ഏട്ടൻ എന്നോട് പറയും എന്തിനാ ഇങ്ങനെ ബിരിയാണി കഴിക്കണം, വേറെ എന്തൊക്കെ കാര്യമുണ്ട് കഴിക്കാനെന്ന് ചോദിക്കും. പക്ഷെ ബിരിയാണി ഇറ്റ് ഈസ് ആൻ ഇമോഷൻ ഫോർ മീ. എനിക്ക് ബിരിയാണി എന്ന് പറയുന്ന ഒരു ഇമോഷൻ തന്നെയാണ് കേട്ടോ. ഇടയ്ക്ക് ഞാനിങ്ങനെ വീട്ടിലുണ്ടാക്കുവേ. അപ്പോൾ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ആ ഒരു പെർഫെക്ഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ പതുക്കെ പതുക്കെ ഉണ്ടാക്കി ഞാൻ അതിലേക്ക് എത്തിയിട്ടാ. ഇപ്പം ഏത് ബിരിയാണി ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടില്ല എന്ന് തോന്നും. അത്രയ്ക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. വലിയ ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല, നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ ബിരിയാണിയൊക്കെ എടുത്തിട്ട് വൈകുന്നേരം ഇന്ന് വെറുതെ ഒന്ന് ഇരുന്നപ്പോൾ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ എല്ലാ സാധനങ്ങളും ഉണ്ടാവുകയും ചെയ്തു വീട്ടിൽ. നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പോയി വാങ്ങേണ്ട അവസ്ഥയൊന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ വേഗം തന്നെ ഉണ്ടാക്കിയതാട്ടാ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ തോന്നിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കഴിക്കണമെന്നൊക്കെ തോന്നിയാൽ അത് ഞാൻ നാളത്തേക്ക് വെക്കൂല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നാളെ എന്ന് പറയുന്ന ഒരു സങ്കല്പം മാത്രമല്ലേ, നാളെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മുടെ ഒരു പ്രതീക്ഷ മാത്രമാണല്ലോ നാളെ. എന്നാലും ഇന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇന്ന് തന്നെ അങ്ങോട്ട് ചെയ്തേക്കും. നാളത്തേക്കൊന്നും വെക്കാതെ ഇരിക്കുന്നതാണ് എൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത്. പിന്നെതാ ബിരിയാണിയൊക്കെ എടുത്ത് ഏട്ടൻ വന്നിട്ടോ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ ഏട്ടൻ വന്നു, ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. ഏട്ടൻ ഒരു ബിരിയാണി ലവർ അല്ല കേട്ടോ. ബിരിയാണി വലിയ താല്പര്യമില്ല, ഒട്ടും താല്പര്യമില്ല. ബിരിയാണിയും ചോറും വെച്ച് ഏട്ടൻ ചോറേ കഴിക്കാറുള്ളൂ. പിന്നെ ഇത് എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ട് ഞാനിപ്പോൾ കഴിക്കാനായിട്ട് എടുത്ത് വെച്ചത് കൊണ്ടിട്ട് ഏട്ടൻ കഴിക്കുന്നതാട്ടോ. അല്ലെങ്കിൽ കൂടുതലും ചോറുണ്ടെങ്കിൽ ചോറ് മതി എന്ന് പറയും. അപ്പം ഞാനിപ്പോൾ എനിക്ക് വിഷമമായാലോ, ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചാലേ ഇനി വേണ്ട പറയുമ്പോൾ എനിക്ക് വിഷമമാകുമെന്നൊരു ഫീല് ഉള്ളത് കൊണ്ടിട്ടാണ് തോന്നുന്നു എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ എടുക്കുമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഏട്ടൻ കഴിക്കാറില്ല, അതുകൊണ്ടാട്ടോ ഇത്രയും വിശദീകരിച്ച് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞത്. അങ്ങനെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. വിഷ്ണു വന്നിട്ടുണ്ട് കേട്ടോ. വിഷ്ണുവിൻ്റെ കാര്യം പറഞ്ഞാൽ പിന്നെ ഞാൻ എന്തുണ്ടാക്കിയാലും ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നതെങ്കിലും അൾട്ടിമേറ്റ് എന്നാണ് പറയുക. അത്രയ്ക്ക് വേറെ ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാട്ടോ വിഷ്ണു. ഒന്നും മോശമായി എന്ന് പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്താറില്ല. അങ്ങനെതാ അവനും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പം ഞാനിങ്ങനെ ചോദിച്ച് എല്ലാവരോടും ചോദിക്കും കേട്ടോ. ആര് കഴിച്ചാലും ഞാൻ ചോദിക്കും എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. അതിലാണ് എൻ്റെ തൃപ്തി. ഈ കഴിച്ച് കഴിയാൻ നോക്കിയിരിക്കും കേട്ടോ ഞാൻ. എല്ലാവരുടെയും ആ ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അന്നത്തെ എൻ്റെ ആ ഒരു കഷ്ടപ്പാടിന് എന്താണ് ബലം എന്ന് ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്. പക്ഷെ ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. എല്ലാം ഇങ്ങനെ റെസിപ്പി എടുത്ത് വീഡിയോ ആയിട്ട് ഇടുന്നതല്ലേ. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ, കഴിക്കുന്ന വീഡിയോ ഇടാമെന്ന് ഓർത്തിട്ടാട്ടോ ഇങ്ങനെ ഇട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.